നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബന്ധുവീട്ടിലെ ചടങ്ങുകളുടെ പ്രാധാന്യം അമ്മയ്ക്ക് അറിയില്ലേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്ന അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയാൻ പറ്റാത്തത്? നിർബന്ധിക്കുന്നതിനൊരു പരിധിയില്ലേ? ശരി, നമുക്ക് ആർക്കും അവനെ നിർബന്ധിക്കാൻ പറ്റില്ല. അവനെടുത്ത തീരുമാനത്തെ മാറ്റാനും പറ്റില്ല. പക്ഷേ ഈ നിൽക്കുന്ന പെൺകുട്ടിയോട് നമ്മൾ എന്തു പറയും? അവളുടെ കുടുംബം അവൾക്ക് വലുതല്ലേ? അവിടുത്തെ ചടങ്ങുകൾ അവൾക്ക് പ്രധാനപ്പെട്ടതല്ലേ? അമ്മ പറയൂ. ഞാൻ ഇതിലിപ്പോ എന്ത് പറയാനാ? എന്നാ പിന്നെ ഞാൻ പറയാം. പത്മിനി, നീ അവനെ വിളിക്ക. അച്ഛാ, വഴക്ക് പറഞ്ഞും ബഹളം വെച്ചോ ഒന്നും വരുണിനെ കൊണ്ട് തീരുമാനം എടുപ്പിക്കണ്ട. വരുൺ വരുന്നില്ല എന്ന് തീരുമാനിച്ച പിന്നെ എന്റെ വിധി അങ്ങനെയാണെന്ന് ഞാൻ കരുതിക്കോളാം. വെറുതെ ആവശ്യമില്ലാത്തത് പറയല്ലേ മോളെ. വിധിയെക്കുറിച്ച് പറയാനും പരിഭവിക്കാനുള്ള പ്രായമൊന്നും നിനക്കായിട്ടില്ല. ചിലപ്പോ അവന്റെ ഒരു കുസൃതി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മോനെ, നാളെ രാവിലെ പ്രിയങ്കയും കൂട്ടി അവളുടെ വീട്ടിൽ പോണം. അവിടെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ അത് തീർത്തിട്ട് വേണം വരാൻ. എന്ത് ചടങ്ങ്? അവിടെ നിന്ന് കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോന്നു. അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയുന്നു. അല്ലാതെ ഈ ചടങ്ങിലൊക്കെ എന്തർത്ഥമുള്ളത്? ഏത് ചടങ്ങിന് അർത്ഥമുള്ളത്? നീ വിവാഹം കഴിച്ചപ്പോ എന്തിനായിരുന്നു ഒരു കതിർമണ്ഡപവും ഇത്രയധികം ആളുകളും? ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ ചുറ്റും വലിയ ആൾബലമൊന്നും വേണ്ടല്ലോ. അതിനെക്കുറിച്ച് ചിന്തിച്ചോ? എടാ, ഉത്സവത്തിന് ആളുകൾ കൂടുന്നത് എന്തിനാ? അമ്പലം കാണാനോ ദേവന് ചെയ്യുന്ന ചടങ്ങുകൾ കാണാനോ അല്ല. എടാ, തടിച്ചു കൂടുന്ന ആളുകള് അതെന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു വലിയ ആഘോഷം, ആളുകൾ പരസ്പരം കാണുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെയാ ബന്ധുവീട്ടിലെ ചടങ്ങുകളും. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, എനിക്ക് ചില കമ്മിറ്റ്മെന്റ്സ്. സ്വന്തം ജീവിതത്തിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കമ്മിറ്റ്മെന്റും ഏറ്റെടുക്കാൻ പാടില്ല. അങ്ങനെയുള്ളവര് കുടുംബം നടത്താൻ പാടില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കാനും പാടില്ല. ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ഈ കാര്യത്തിൽ ഒരു എതിർപ്പും നീ പറയാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. ശരി, ഞാൻ പൊക്കോളാം. ഓ, അങ്ങനെ നീ എന്തോ ത്യാഗം ചെയ്യുന്ന പോലെ വേണ്ട. സന്തോഷത്തോടെ പോകുന്നു, സന്തോഷത്തോടെ തിരിച്ചു വരുന്നു. ശരി. മോളെ, കഴിഞ്ഞല്ലോ നിന്റെ പ്രശ്നം. ഉവ്വച്ചാ, സന്തോഷായി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.